വിവാഹമായി വേണ്ടെന്ന് പറഞ്ഞ് 44 വയസ്സിലെത്തി ഞാൻ ഡൽഹി ചെന്നപ്പോൾ അവസാനം വൈകുന്നേരങ്ങളിൽ ഒറ്റപ്പുള്ളി കണ്ടപ്പോൾ പലക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടാകും, പക്ഷെ രാത്രി ഒറ്റയ്ക്ക് കഴിഞ്ഞപ്പോൾ എങ്ങനെയോ പലരുടെ നിർബന്ധത്തിലാണ് ഞാൻ വിവാഹത്തിനായി. 2 സുഹൃത്തുക്കൾ എന്നേക്കാൾ മുമ്പ് പോയതിൽ ഏറ്റവും ദുഃഖിക്കുന്ന ആളാണ് ഞാൻ. ഉമ്മൻചാണ്ടി, ഒന്ന് ശ്രീ തലയക്കുന്നൽ ബഷീർ. എനിക്ക് ശേഷം പോകേണ്ട ആളുകളാണ്. എനിക്ക് മുന്നേ പോയി അവരെക്കുറിച്ച് ഞാൻ തന്നെ എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ക്രൂരത നമ്മുടെ ഈ പ്രകൃതി എന്നോട് കാണിച്ചത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. തലയക്കുന്നിൽ ബഷീറിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു തുടങ്ങിയാൽ മണിക്കൂറുകൾ സംസാരിക്കേണ്ടി വരും. ഞാൻ KSU പ്രസിഡൻ്റായിരുന്നപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നപ്പോഴും എനിക്കൊരു പതിവുണ്ടായിരുന്നു. കേരളം മുഴുവനുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് പോസ്റ്റ് കാർഡിൽ കത്തയക്കും. 4-5 വരിയെ കുത്തിക്കുറിക്കുന്നത്, അത് വായിക്കാൻ തന്നെ പ്രയാസം. അങ്ങനെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് കാർഡിൽ കത്തയച്ചിട്ടുള്ള എൻ്റെ സുഹൃത്ത് തലയക്കുന്നൽ ബഷീർ പൊല്ലമ്പാറ PO തിരുവനന്തപുരം എന്ന പേരിൽ ബഷീറിന് അയച്ച കത്തുകളാണ്. ബഷീറിനേക്കാൾ മുമ്പ് തിരുവനന്തപുരത്തെ KSU രംഗത്ത് പ്രവർത്തിച്ചവരാണ് PC ചാക്കോയും അസലമെങ്കിലും കത്തിടപാട് കൂടുതൽ നടത്തിയത് ബഷീറുമായിട്ടാണ്. ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ KSUക്കാർക്ക് പ്രവേശനമില്ലായിരുന്നു. വിദ്യാർത്ഥി കോൺഗ്രസ്സാണ് അന്ന് DCCയുടെ ഔദ്യോഗിക വിദ്യാർത്ഥി സംഘടന. KSUക്കാർ പുറത്താണ്. പ്രധാനമായി PC ചാക്കോയുടെ കോപ്പറേറ്റീവ് ഹോമിലാണ് KSUവിൻ്റെ തലസ്ഥാനം. PC ചാക്കോ, ആസൻ, ബഷീർ, സംഘടനയുള്ള എൻ്റെ ആദ്യകാല തിരുവനന്തപുരത്തെ വിദ്യാർത്ഥി സംഘടനാ രംഗത്തെ പ്രവർത്തകരാണ്. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്ന എൻ്റെ നാട്ടുകാരനായ മാത്യു കടവനും ആലപ്പുഴക്കാരനായ ഷഡാനന്ദനും. ഇതാണ് ആദ്യകാലത്തെ എൻ്റെ പരിചയക്കാർ. ആദ്യകാലത്ത് പരിചയപ്പെട്ട കാലം മുതൽ അവസാന കാലം വരെ, അവസാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാണാൻ പ്രയാസമായിട്ട് അത്ര ബഷീർ വേദന കഴിച്ചപ്പെടുത്തുന്ന സന്ദർഭങ്ങളിലും 2 പ്രാവശ്യം പ്രിയപ്പെട്ട പാലോട് അദ്ദേഹത്തെ ഇപ്പോൾ കണ്ടതാണ്. എനിക്ക് അദ്ദേഹം രാഷ്ട്രീയ സഹപ്രവർത്തകൻ മാത്രമായിരുന്നില്ല, എൻ്റെ കുടുംബത്തിൻ്റെ ഡൽഹിയിലെ സംരക്ഷകൻ കൂടിയായിരുന്നു. ബഷീർ KSU കൂടെ വളർന്നു, യൂത്ത് കോൺഗ്രസ് കൂടെ വളർന്നു. അപ്പോഴാണ് 77 അസംബ്ലി ഇലക്ഷൻ വന്നത്. 1970 നടന്ന അസംബ്ലി ഇലക്ഷനിൽ ചെറുപ്പക്കാരായ ഞങ്ങൾ 5 പേർ അസംബ്ലിയിലെത്തി. പുതുപ്പള്ളിയിൽ നിന്ന് ഉമ്മൻചാണ്ടിയും, പാലശ്ശേരിയിൽ നിന്ന് ഷൺമുഖദാസും, എടക്കാട് നിന്ന് രാമകൃഷ്ണനും, കൊട്ടാരക്കരയിൽ നിന്നും കൊട്ടറ ബാലകൃഷ്ണനും. 77 വന്നപ്പോൾ ഞാൻ KPCC പ്രസിഡൻ്റാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല, ഞാൻ കേരളം മുഴുവൻ ഇലക്ഷനിൽ ചുമതലയുമായി നടക്കാം. ഞാൻ കന്യാംഗം കുറിച്ച് യാത്രയിൽ MLA ആയതിനു ശേഷം 2ാം തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിച്ചില്ല. പട്ടാഞ്ചേരിക്കാരനായ M. രാഘവൻ വക്കീലിനെ ചേർത്തലയിൽ കൊണ്ടുവന്നു സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ ഞാൻ അസംബ്ലിക്ക് പുറത്തായി, MLA അല്ല. യാദൃച്ഛികമായി ശ്രീ കരുണാകരൻ്റെ ആയോജിച്ച ശേഷം ഞാൻ മുഖ്യമന്ത്രിയായി.
ഞാൻ MLA അല്ല. 6 മാസത്തിനുള്ളിൽ MLA ആയിരുന്നെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം. എല്ലാം പുതുമുഖങ്ങളാണ്. എവിടെ നിന്ന് മത്സരിക്കും ആലോചനയാണ്. അപ്പോഴാണ് ഒരിക്കൽ ബഷീർ മുന്നോട്ട് തന്നോട് പറഞ്ഞു, ഞാൻ മാറിത്തരാം. ഞാൻ ബഷീറിന് മുഖത്ത് നോക്കി, ഞാൻ മാറിത്തരാം, ഇവിടെ മത്സരിക്കാൻ പറയാം. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി ആദ്യമായി MLA ആയി. അതുകൊണ്ടാണ് ബഷീർ അസംബ്ലി ആദ്യം പ്രസംഗിക്കാൻ പറ്റാവുന്നത്. ബഷീറായി ചോദിച്ചു, ഒരു വിലപേശലും ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങളാണ് ആലോചിച്ചത്, സ്വയമേവ ഇന്നത്തെ കാലത്ത് അങ്ങനെ സ്വയമേവ രാജിവെക്കുന്നതിൽ കുറവാണ്. രാജിവെച്ച ബഷീറിന് അപ്പോഴാണ് രാജ്യസഭയിലേക്കൊരു വേക്കൻസി വന്നു. അങ്ങനെ രാജ്യസഭ ഇലക്ഷൻ വന്നു പോകും. ബഷീറിന് രാജ്യസഭയിലേക്ക് വേണ്ടി ഞാനതിന് ശേഷം കരക്കോട്ടത്ത് MLA ആയെങ്കിലും പിന്നെയും 80 ഇലക്ഷൻ വന്നപ്പോഴും ഞാൻ ടിക്കറ്റ് കൊടുക്കുന്ന ആളാണ്. ഞാൻ മത്സരിച്ചില്ല. 82 ഇലക്ഷന് ഞാൻ മത്സരിച്ചില്ല. 3 ഇലക്ഷൻ ഞാൻ മാറുന്നതിനാണ്. ഏറ്റവും നല്ല പ്രായത്തിലാണ്. മാറുന്നപ്പോഴേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലല്ല. അപ്പോൾ സ്ഥാനങ്ങൾ വരും പോകും. ഇതൊക്കെ ഒരു ജീവിതത്തിലെ യാദൃച്ഛിക സംഭവങ്ങളാണ്. അന്ന് എനിക്ക് വേണ്ടി മാറുന്നതാണ് ബഷീർ. ബഷീർ രാജ്യസഭയിലേക്ക് പോയി. പിന്നീട് ബഷീർ ലോക്സഭയിലേക്ക് പോയി. ഞാൻ ഡൽഹിയിലേക്ക് പോയി, JCC ജനറൽ സെക്രട്ടറിയായി. താമസിയാതെ ഞാൻ വിവാഹത്തിനുമായി. നേരത്തെ വിവാഹമായി വേണ്ടെന്ന് പറഞ്ഞ് 44 വയസ്സെടുത്ത് ഞാൻ ഡൽഹി ചെന്നപ്പോൾ അവസാനം വൈകുന്നേരങ്ങളിൽ ഒറ്റപ്പുള്ളി കണ്ടപ്പോൾ പലക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടാകും. പക്ഷെ രാത്രി ഒറ്റയ്ക്കാണ് കഴിഞ്ഞപ്പോൾ എങ്ങനെയോ പലരുടെ നിർബന്ധത്തിലാണ് ഞാൻ വിവാഹത്തിനായി. കുടുംബമായി ഞാൻ സൗത്ത് ഓന്നി താമസിക്കുന്നു. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ബഷീർ താമസിക്കുന്നു.